അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനായുടെ മരണാനന്തര ചടങ്ങ് ഇറാൻ സംഘടിപ്പിച്ചു. എലിക്കണിയിൽ കുടുങ്ങിയ അവസ്ഥയിലായി ഡൊണാൾഡ് ട്രംപ്. ഊരാനും പറ്റില്ല, എന്നാൽ ആക്രമിക്കാനും പറ്റില്ല. ഇതേ സാഹചര്യങ്ങളും ഇതേ അവസ്ഥയുമാണ് ഇപ്പോൾ ട്രംപിന് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇറാൻ യഥാർത്ഥത്തിൽ ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് ഈ യുദ്ധം നയിക്കുന്നതും ഈ യുദ്ധം ജയിക്കുന്നതും. ശക്തി കൊണ്ട് ഒരിക്കലും അമേരിക്കയെ കീഴടക്കാൻ ഇറാന് സാധിക്കില്ലെന്ന് ഇറാനും അറിയാം, അമേരിക്കയ്ക്കും അറിയാം, ലോകത്തിനും അറിയാം. പക്ഷേ അമേരിക്ക തോറ്റുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ കാര്യം എന്താ? ബുദ്ധി കൊണ്ടാണ് അവർ കളിച്ചത് എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ കഠിനമായിരിക്കുന്ന ഒരു ബുദ്ധി പ്രയോഗമാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ആയത്തുള്ള അലി ഖംനായുടെ മരണാനന്തര ചടങ്ങ് സംഘടിപ്പിച്ചത് എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും പ്രാധാന്യമായിരിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ നിലനിൽക്കുന്നത്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ലോക രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ലോക രാജ്യങ്ങളിൽ ഏറ്റവും ശക്തിയുള്ള രണ്ടാമത്തെ രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. ആ റഷ്യ ഉക്രൈനുമായിട്ട് യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷത്തോളമായി. ഇപ്പോഴും ഉക്രൈൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെടുന്ന ഒരു റഷ്യയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാകുന്നു, തിരിച്ചടി ഉണ്ടാകുന്നു, വീണ്ടും മുന്നേറ്റം ഉണ്ടാകും. എന്താണെങ്കിലും നമുക്ക് ആലോചിച്ചറിയാൻ പറ്റും, 5 കൊല്ലമല്ലോ പൂർണ്ണമായ രീതിയിൽ ഉക്രൈൻ കീഴടക്കിയിട്ടുണ്ടെന്ന് റഷ്യ തന്നെ അവകാശപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഈ ഇറാനിലേക്ക് നോക്കുന്ന സമയത്ത് ഇറാനിൽ യുദ്ധം തുടങ്ങിയിട്ട് 3-4 മാസമായിട്ടേ ഉള്ളൂ. അമേരിക്ക തോറ്റിരിക്കുന്നു, തോറ്റുകൊണ്ടേയിരിക്കുന്നു, പിന്മാറുന്ന സ്ഥിതിയിലേക്ക് അവരെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഫെബ്രുവരി 28 ഈ വർഷം ഫെബ്രുവരി 28 അമേരിക്കയുടെ ആക്രമണത്താൽ ആയത്തുള്ള അലി ഖംനായി കൊല്ലപ്പെടുന്നത്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം ഏറെക്കുറെ 1/2 ഡസനോളം സൈനിക കമാൻഡർമാരും പിന്നീട് അതിൽ കൂടുതലായിരിക്കുന്ന സൈനികരും സുരക്ഷാ ഉദ്യോഗസ്ഥരും സർക്കാർ ഉപദേഷ്ടാക്കളും അടക്കം ഏകദേശം 20-ലധികം ആളുകൾ കൊല്ലപ്പെട്ട ഒരു ഭയാനകമായിരിക്കുന്ന ആക്രമണമാണ് അമേരിക്ക നടത്തിയത്. നമ്മൾ ഇന്ന് നോക്കുന്ന സമയത്ത് ഏകദേശം 4 മാസം കഴിഞ്ഞ യുദ്ധത്തിൽ 124 ദിവസം പിന്നിട്ടു. അന്തിമോപചാര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുണ്ടായിരുന്ന വളരെ കൃത്യമായ രീതിയിലുള്ള തീയതി പ്രഖ്യാപിച്ചു. അത് പിന്നീട് ചർച്ചയായി. അമേരിക്ക ഈ യുദ്ധത്തിന്റെ ആരംഭഘട്ടത്തിൽ ലോകത്തോട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴും പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നു. അത് ഒന്ന്, ഇറാന്റെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കും. ഭരണത്തിൽ തങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള അല്ലെങ്കിൽ ആ രാജ്യത്തിന് ഗുണപരമായിരിക്കുന്ന ഒരു രാജ്യ സംവിധാന ഭരണത്തെ തിരിച്ചു കൊണ്ടുവരും. അതിന് ജനാധിപത്യ രീതിയിലേക്ക് ആ ഗവൺമെൻറ് തിരഞ്ഞെടുക്കുന്ന സംവിധാനങ്ങൾ സൃഷ്ടിക്കും. രാജ്യഭരണം എന്ന് പറയുന്ന സമയത്ത് അവിടുന്ന് മുമ്പുണ്ടായിരുന്ന ഭരണാധികാരികളെ തുടർച്ചക്കാരനെ കൊണ്ടുവരൂ എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചത്. പിന്നീട് പെട്രോളിൻ്റെ നിയന്ത്രണവും ഹോർമുസ് കടലും അടക്കമുള്ള സംവിധാനം ഏറ്റവും വില കൂടിയിരിക്കുന്ന 2 ഭാഗമാണ് ഈ പറഞ്ഞത്. ഇത് രണ്ടും ഇറാന്റെ നിയന്ത്രണത്തിലാവും. ഈ വെനിസ്വലയിൽ തങ്ങൾ എങ്ങനെയാണോ നിയന്ത്രിക്കുന്നത് സമാനമായ രീതി. ഈ കാര്യങ്ങളൊക്കെയാണ് വലിയ രീതിയിലെ വീമ്പായിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞത്. അങ്ങനെ ഒരു 10ഓളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സൈനിക കമാൻഡർമാർ ഇല്ലാതാക്കുക, അവരുടെ ഈ മിസൈൽ സംവിധാനം തകർക്കുക, അവർ സൂക്ഷിക്കപ്പെട്ട മേഖല ഇല്ലാതാക്കുക, അവർക്കൊരിക്കലും ഈ മേഖല സ്വാധീനമില്ലാത്ത രീതിയിൽ രാജ്യം വിട്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയോ കൂട്ടക്കൊല ചെയ്യുക, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. എന്നാൽ കഴിഞ്ഞ മാസം തുടക്കത്തിൽ ഖംനായുടെ അന്തിമ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഒരു പ്രഖ്യാപനം നടത്തി. 4-ാം തീയതി എന്തുണ്ടാവും? മരണാനന്തര ചടങ്ങുകൾ ആരംഭിക്കും. അത് ലോകം ഞെട്ടിയ സംഭവമാണ്. കാര്യം യുദ്ധത്തിൻ്റെ മുഹൂർത്ത ഘട്ടത്തിലാണ് ഈ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നത്. വലിയ രീതിയിൽ ആക്രമണം അമേരിക്കയുടെ സൈനിക ആസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ട് അറേബ്യൻ മേഖലയ്ക്ക് നേരെയും അതോടൊപ്പം തന്നെ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇറാന് നേരെ അമേരിക്കയും ആക്രമണം നടത്തുന്ന രൂക്ഷമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നതിനിടയിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത് എന്നുള്ളതാണ്. യുദ്ധത്തിൻ്റെ മുൻപിൽ നിന്ന് എങ്ങനെയാണ് അന്തിമോപചാരം അർപ്പിക്കുക എന്നുള്ളത് ലോകം അതിശയത്തോടു കൂടിയാണ് നോക്കുന്നത്. അമേരിക്ക ആക്രമിച്ചാലോ അല്ലെങ്കിൽ ഇസ്രായേൽ ആക്രമിച്ചാലോ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യമൊക്കെ പ്രസക്തമായിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ജനസംഖ്യയിൽ ഏകദേശം 25% 2 കോടി എന്നൊക്കെയാണ് പറയുന്നത്. അത്രയും ആളുകൾ തെരുവിലിറങ്ങുന്ന ഒരു ആഘോഷ ചടങ്ങായിരിക്കും അത്. മരണാനന്തര ചടങ്ങ് വെച്ചാൽ നിസ്സാരമൊന്നുമല്ല, വളരെ പ്രാധാന്യമുള്ള ചടങ്ങ് തന്നെയായിട്ടാണ് അവർ നടത്തുന്നത്. 100ഓളം രാജ്യങ്ങളുടെ
ഈ ഭരണാധികാരികളെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 90ഓളം രാജ്യങ്ങൾ പങ്കെടുക്കാമെന്ന് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കൊക്കെ ക്ഷണമുണ്ട്. ഇന്ത്യയുടെ പ്രതിനിധികളൊക്കെ പങ്കെടുക്കുമെന്നുള്ള തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങൾ സംഗമിക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു ദിവസമായിട്ടാണ് അത് പറയുന്നത്. 3-ാം ദിവസം അതിൻ്റെ ആരംഭം കുറിക്കപ്പെടും. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ക്രോഡീകരണം ഉണ്ടാവും. 4-ാം ദിവസം അത് ആരംഭിക്കും. 9-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ചടങ്ങായിട്ടാണ് അവരത് പറയുന്നത്. അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇവർ ഈ കാര്യം സ്വാതന്ത്ര്യ ദിനം തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നൊരു പ്രത്യേകത ഉണ്ട്. നിലവിൽ അമേരിക്കയുടെ പൗരന്മാർ ട്രംപിനെതിരെ ഇപ്പം തന്നെ പ്രതിഷേധിച്ച് തുടങ്ങിയിരിക്കുന്ന സംഭവമാണ്. അത് ഭരണപക്ഷവും പ്രതിപക്ഷവും രണ്ടും കണക്കാണ്. ട്രംപിൻ്റെ ഏകാധിപത്യ സംവിധാനത്തിനെതിരെ നിലപാടിനെതിരെ അമേരിക്കയുടെ പ്രസിഡന്റുമാർ ഇത്രയും കാലം ചെയ്യാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുകയും രാജ്യത്തിന് അത് ബാധ്യതയാവുകയും അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക ഒറ്റപ്പെടുകയും അമേരിക്കയുടെ പൗരന്മാർക്ക് മിഡിൽ ഈസ്റ്റ് പോലെയുള്ള മേഖലയിൽ പോലും സുരക്ഷിതമില്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ട്രംപ് വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ്. അതുകൊണ്ടാണ് വലിയ എതിർപ്പുണ്ടാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം. അപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ചടങ്ങ് ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എലിക്കണിൽ കുടുങ്ങിയ സ്ഥിതിയിലാണ്. രക്ഷപ്പെടാനും പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെലങ്ങും വലങ്ങും ഓടിക്കളിക്കുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിലുള്ളത് എന്നുള്ളത് കൃത്യമാണ്. ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ പിന്നീട് ഇറാൻ ഒരിക്കലും അടങ്ങി നിൽക്കില്ല. ഇറാൻ സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ സൈനികർക്ക് നേരെ ആക്രമണം നടത്തും. അതിന് ജോർദാനാണ് കണ്ടുവച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ജോർദാനിൽ ഏകദേശം 10,000-ഓളം അമേരിക്കൻ സൈനികരുണ്ട് എന്നാണ് അനുമാനം. ഇറാഖിലും മോശമല്ലാത്തതുണ്ട്, 1000 ചില്ലാനും എന്നാണ് പറയുന്നത്. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് 2500 എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ മേഖലയിൽ കൂടുതൽ അമേരിക്കയുടെ സൈനികരുണ്ടോ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുക എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൽ അമേരിക്കയുടെ സൈനികർ ഇങ്ങനെ ഞെട്ടറ്റ് വീഴുന്ന ഒരു വല്ലാത്ത ദയനീയ കാഴ്ച ലോകത്തിന് മുൻപിൽ നാണക്കേടുണ്ടാക്കുകയും ട്രംപ് ഒരുപക്ഷെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഇത് ആര് മനസ്സിലാക്കിയിട്ടുണ്ട്? ഇറാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇറാൻ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ട്രംപിന് ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലപാട് വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഉറപ്പിച്ചും കടുപ്പിച്ചും ഇറാൻ പറഞ്ഞു. കഴിഞ്ഞ മാസമാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ അതോട് കൂടിയിട്ട് എന്തായി, ഇവർ വലിയ രീതിയിൽ അയവ് വന്നു. അതുകൊണ്ടാണ് ഖത്തറിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഉന്നത സംഘവും ഇറാൻ്റെ ഉന്നത സംഘവും ഉണ്ട്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവരെ ഒരു ചർച്ച നടന്നിട്ടില്ല. അവർക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥർ പാകിസ്ഥാനിൻ്റെയും ഖത്തറിൻ്റെയും പ്രതിനിധികൾ ചർച്ച നടത്തുന്നുണ്ട്. ചർച്ചയോടനുബന്ധിച്ച് ഒരാഴ്ചയിലേക്ക് പൂർണ്ണമായ രീതിയിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 4-ാം തീയതി മുതൽ 9-ാം തീയതി അവസാനിക്കുന്ന ഒരാഴ്ച ഇറാൻ ആവശ്യമുള്ളൂ. 1776 ജൂലൈ മാസം 4-ാം തീയതി വരാൻ പോകുന്ന 4-ാം തീയതിയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അംഗീകരിക്കപ്പെടുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ആദ്യഘട്ടമാണ്. അത് സ്വാതന്ത്ര്യ ദിനമായിട്ട് തന്നെ എന്തായിട്ടുണ്ട്, അന്ന് തന്നെ ആചരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അതിനുണ്ട് ഒരു പൂർത്തീകരണം വന്നത് 1783 സെപ്റ്റംബർ മാസം 3-ാം തീയതി ട്രീറ്റി ഓഫ് പാരീസ് ഒപ്പുവെച്ചതോടുകൂടി അന്നത്തെ ദിവസം, അതായത് ജൂലൈ 4-ാം ദിവസം അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യമായിട്ട് അംഗീകാരം കിട്ടുകയും ചെയ്തു. ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ട ദിവസമാണ് സെപ്റ്റംബർ 3-ന്. എന്നാൽ തീരുമാനിക്കപ്പെട്ടത് ജൂലൈ 4-ലാണ്. ജൂലൈ 4-ലാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്തത്. ഈ പറയപ്പെട്ട ജൂലൈ 4-ാം തീയതി സ്വാതന്ത്ര്യദിനവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിൽ വലിയ വിപുലമായിരിക്കുന്ന പരിപാടികൾ നടത്താറുണ്ട്. ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് അതിൻ്റെ ആരംഭം കുറിക്കപ്പെടും അമേരിക്കയുടെ പ്രസിഡന്റ്. പരേഡുകളും വെടിക്കെട്ട് പ്രദർശനങ്ങളും ലോകരാഷ്ട്രങ്ങളെ സ്വീകരിക്കലും ദേശീയ മെഡൽ പുരസ്കാരവും സമാധാന പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അങ്ങനെ നീണ്ടുപോകുന്ന ഒരു വലിയ രീതിയിലുള്ള ആഘോഷ പ്രവർത്തനങ്ങൾ ജൂലൈ 4-ാം തീയതി ഇവിടെ വെച്ച് നടക്കും, അമേരിക്കയിൽ വെച്ച്. അത് ആ സമയത്ത് ലോകത്ത് എവിടെയും അമേരിക്കയുടെ പൗരന്മാരോ അമേരിക്കയുടെ സൈനികരോ അമേരിക്കയുടെ സൈനിക സംവിധാനമോ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളത് നിർബന്ധമാണ് അമേരിക്കക്ക്. ഈ പറയപ്പെട്ട ജൂലൈ 4-ാം തീയതിയാണ് ഇറാൻ്റെ ആത്മീയ നേതാവായിരുന്ന ആയത്തുള്ള അലി ഖംനായുടെ മരണാനന്തര ചടങ്ങിൻ്റെ ഔദ്യോഗിക തുടക്കം കുറിക്കുന്നത്. 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ആ വിപുലമായിരിക്കുന്ന പരിപാടി 4-ാം തീയതി, 5-ാം തീയതി, 6-ാം തീയതി അങ്ങനെ തുടങ്ങി 9-ാം തീയതിയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്യുന്നത് വരെ നീണ്ടു നിൽക്കുന്ന വലിയ രീതിയിലുള്ള ഒരു
പ്രോസസ്സാണ്. അപ്പോൾ ഈ ഒരു ദിവസം കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഇറാൻ ഈ ദിവസം പ്രഖ്യാപിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അമ്പരന്ന് പോയതും ഞെട്ടിപ്പോയതും അമേരിക്കയാണ്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെ വന്ന സമയത്ത് വളരെ അടിയന്തരമായ രീതിയിൽ അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് ഖത്തറിനോട്, ഒരാഴ്ച സമ്പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തൽ എന്ത് വേണമെങ്കിലും ഇറാൻ ചെയ്തോട്ടെ. ഹോർമുസ് കടലിൽ അവർ കപ്പൽ കടത്തിക്കോട്ടെ വിഷയമല്ല, അവർ പണം വാങ്ങിക്കോട്ടെ പ്രശ്നമില്ല, ഞങ്ങളത് ചോദിക്കാൻ പോകുന്നില്ല. ഏത് തരത്തിലുള്ള പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യം നൽകിയെന്ന് പറഞ്ഞാൽ ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ലോട്ടറി കിട്ടിയ അതേ അനുബന്ധം 24 മണിക്കൂറും നിലക്കാത്ത രീതിയിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇറാൻ്റെ പെട്രോളിയം കപ്പലുകൾ ഇങ്ങനെ മറ്റു ലോക രാജ്യത്തിലേക്ക് പ്രവഹിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനൊരു സംഭവം ഒരു പക്ഷേ 1979 ഇറാൻ സ്വാതന്ത്ര്യമായി അതിനുശേഷമുള്ള ഈ അമേരിക്കയുടെ ഉപരോധത്തിന് ശേഷം ഇത്രയും സ്വതന്ത്രമായ രീതിയിൽ പെട്രോളിയം വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചത് ആദ്യമാണ് എന്നുകൂടി നമുക്കിതിൽ കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.